നമസ്കാരം, പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് ബാധിച്ച ഒരാളുമായി പ്രൈമറി കോൺടാക്റ്റിൽ നമ്മൾ പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോവിഡ് സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ടെൻഷനാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുന്ന് ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ദിവസം നമുക്ക് നഷ്ടമാകും. പക്ഷേ ഇതൊന്നും പേടിക്കണ്ട, ഇനി ആ ഒരു ടെൻഷനേ വേണ്ട. കോവിഡ് സംബന്ധമായി നമുക്ക് എന്തെങ്കിലും കോവിഡ് വന്ന ഒരാളുമായി നമുക്ക് പ്രൈമറി കോൺടാക്റ്റിൽ ഉണ്ടാവുകയോ നമുക്ക് എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ടെസ്റ്റ് നമുക്ക് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഈസി ആയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ICMR അപ്രൂവ് ചെയ്തിട്ടുള്ള ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന് വെറും 250 രൂപ മാത്രം. നമ്മൾ സാധാരണ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമാണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ ഏതാണ്ട് 300-350 രൂപ വരും. പക്ഷേ ഈ കിറ്റിന് വെറും 250 രൂപ മാത്രം ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എക്സ്ട്രാക്ഷൻ ട്യൂബാണിത്. ഈ നീളമുള്ള ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്വാബ് കളക്ഷൻ സ്വാബ് നസലാണിത്. നസൽ സ്വാബ് മൂക്കിൽ നിന്ന് എടുക്കുന്ന ഒരു ഇതാണ് ഇത് സാധനം. ഇത് നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം, നമുക്ക് ഇപ്പോഴേ പൊട്ടിക്കണ്ട. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും തൊടാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ കാർഡ്, ഇതാണ് കാസറ്റ്. ഈ കാസറ്റിലേക്കാണ് നമ്മൾ ഈ ഡ്രോപ്സ് ഒഴിക്കുന്നത്. അപ്പോൾ കാസറ്റ് ഉണ്ട്. പിന്നെ വേറെ എന്താണ് ഇതിനകത്തുള്ളത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന പേപ്പറാണിത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാം ഓരോന്നായിട്ട്. ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? വേറെ എന്താണ്ടുണ്ടല്ലോ. ഇതൊരു ഡിസ്പോസിബിൾ ബാഗ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡിസ്പോസിബിളിനകത്ത് ഇത് ഇടണം. അതായിരിക്കും, അത് നമുക്ക് നോക്കാം. അപ്പം ഇത്ര ഐറ്റമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി അല്ല, ഈ ട്യൂബ് കണ്ടോ, ഇതിനകത്തൊരു ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡിനകത്താണ് ഈ നമ്മൾ മൂക്കിൽ നിന്ന് എടുത്ത സ്വാബ് ഇതിനകത്ത് ഇട്ട് കറക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്വാബ് എടുക്കാം. ആശുപത്രിയിലൊക്കെ പോകാൻ നേരത്ത് ഭയങ്കര പേടിയാണ്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ടെൻഷനുണ്ട്, ഭയങ്കര ടെൻഷൻ. ആശുപത്രിയിൽ കണ്ണും പൂട്ടി നമ്മൾ എടുക്കുന്നു, പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതൊരു ചെറിയൊരു ടെൻഷനുണ്ട്. എന്നാലും ചെയ്ത് കാണിക്കണം. ഇത് ഒരു കാരണവശാലും നമ്മുടെ കൈ തൊടാൻ പാടില്ല, പ്രത്യേകിച്ച് താഴെ ആ പഞ്ഞി വരുന്ന ഭാഗത്തേക്ക്. ഇതും പൊട്ടിക്കാം. നല്ല സ്ട്രോങ് പാക്കിംഗ് ആണ്. പേപ്പറും പ്ലാസ്റ്റിക്കൊക്കെ രീതി വരുന്ന ഒരു സംഭവമാണത്. ദൈവമേ, യഥാർത്ഥ പേടിയായിരുന്നു. നോക്കാം. അപ്പോൾ ഇത് മൂക്കിനകത്തിട്ട് കയറ്റി കറക്കാൻ പോവുക. ഇങ്ങനെ എങ്ങനെ കിടക്കണമെന്ന് തോന്നില്ലേ? അപ്പം സ്വാബ് എടുത്തിട്ടുണ്ട്. ഇനി ഈ സാധനം, ഇതിൻ്റെ അടപ്പ് കണ്ടോ, ഈ അടപ്പ് തുറന്നിട്ട് അപ്പം സ്വാബ് എടുത്തത് ഞാൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാണ്. ഇത് നമ്മൾ എടുത്തിട്ട്
കറക്കണം. ഒരു 10 വട്ടം കറക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്തെങ്കിലും സംഭവം ഉണ്ടോ, വൈറസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചാൽ നല്ലപോലെ മിക്സ് ചെയ്തണം. മൂക്ക് ഞാൻ 2 മൂക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എടുത്ത ഉടനെ മിക്സ് ചെയ്ത ഉടനെ നമ്മൾ ഇത് വേറെ ഒന്നും തൊടാൻ പാടില്ല, സുരക്ഷിതമായിട്ട് മാറ്റി ഇതിൻ്റെ ഈ അടപ്പ് കണ്ടോ, ഈ അടപ്പ് വെച്ച് നമുക്കിതിങ്ങനെ അടയ്ക്കണം. എൻ്റെ മുകളിൽ ഭാഗത്തിലൊന്നും തൊടാൻ പാടില്ല നമ്മൾ കേട്ടോ. അടച്ച് ജസ്റ്റ് ഒന്ന് കുലുക്കി വെക്കണം. കുലുക്കിയിട്ട് നമ്മുടെ നേരത്തെ കാണിച്ച കാസറ്റ് ഉണ്ടല്ലോ, കാസറ്റ് എടുക്കുക. കാർഡിലേക്ക് ഇതിലേക്ക് നമ്മൾ 2 ഡ്രോപ്സ് ഒഴിക്കാൻ പോവുകയാണ്. ഒരു തുള്ളി വീണ്, രണ്ടാമത്തെ തുള്ളി, 2 തുള്ളി വീണ്. അപ്പോൾ ഈ 2 ലൈനും തെളിഞ്ഞെങ്കിൽ പോസിറ്റീവാണ്. 15 മിനിറ്റ് കറക്റ്റ് കൗണ്ട് ഡൗൺ ചെയ്യും. 2 വരെയും തെളിഞ്ഞെങ്കിൽ സംഭവം പോസിറ്റീവാണ്. കളറെല്ലാം പടരുക എന്നുള്ള ആവശ്യമാണ്. ഒഴുകി വരുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ 2 വരെയും തെളിയും. അപ്പം 15 മിനിറ്റിന് കഴിഞ്ഞ ശേഷം എന്ത് കണ്ടാലും അത് നമ്മുടെ റിസൾട്ടിൽ പെടുത്താൻ പറ്റത്തില്ല. നമ്മളത് റിസൾട്ടിൽ എടുക്കണ്ട. ഓക്കെ, ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ആൻറ്റിജൻ ടെസ്റ്റ് നമുക്ക് നടത്താം. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ വെറുതെ ആശുപത്രി കയറി ഇറങ്ങണ്ട, നമ്മൾ ക്യൂ നിൽക്കേണ്ട, ടോക്കൺ എടുത്ത് കാത്തു നിൽക്കേണ്ട. നമുക്ക് എവിടെയെങ്കിലും ചിലപ്പം ചില സ്ഥലങ്ങളിൽ, ചില ഹോസ്പിറ്റൽ കേസുകളിൽ, അല്ലെങ്കിൽ ചില യാത്രകളിൽ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ചില യാത്രകൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ചെയ്യാനുള്ള സാഹചര്യം കാണത്തില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനുകളിൽ നമുക്ക് ഈ കോവിഷെൽഫ് ഉപയോഗിക്കാം. നല്ലൊരു ഉപാധിയാണ് ഈ കോവിഷെൽഫ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വാഹനത്തിൽ ഇരുന്നോ എവിടെ ഇരുന്നാലും നമ്മുടെ സൗകര്യാർത്ഥം നമുക്കിത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എടുക്കാം. അപ്പോൾ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഓൾറെഡി എനിക്കിപ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ ഇനി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാണുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ട് ഇത് എങ്ങനെ ഞാൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എന്ന് കാണാം. അതിനായി നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മൈലാബ് കോവിസെൽഫ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് സ്റ്റോറിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മൈലാബ് കോവിസെൽഫ് COVID-19 റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് എൻ്റെ ഓപ്ഷൻ വന്നിരിക്കുകയാണ്. ആദ്യമേ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യമേ നമുക്ക് നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് കൃത്യമായി സ്ക്രോൾ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഏജ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലാവുന്നതായിരിക്കും. പിന്നെ സെലക്ട് റിലേഷൻഷിപ്പ്. ഇപ്പം നമുക്ക് വേണ്ടിയാണെങ്കിൽ സെൽഫ് കൊടുക്കുക, മറ്റുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ആരെങ്കിലും അതിനുള്ള ഓപ്ഷനുണ്ട്, അത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സെൽഫ് കൊടുക്കുന്നു. നമ്മുടെ സെക്സ് കൊടുക്കുക, മെയിൽ കൊടുക്കുക, പിന്നെ നമ്മുടെ കൺട്രി കൊടുക്കുക. കൺട്രി കൊടുത്തു കഴിഞ്ഞു നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ഗെറ്റ് OTP കൊടുക്കുമ്പോഴേക്കും OTP എത്തും. OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. 8 അക്ക സംഖ്യ വരുന്ന ഒരു പാസ്വേഡിന് ശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സിന് ശേഷം പിൻകോഡ് കൊടുക്കുക. പിൻകോഡ് നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കൊടുക്കുക. തൊട്ട് താഴെ സിറ്റി ഏത് ജില്ലയാണെന്ന്, ഇപ്പോൾ കൊല്ലം ജില്ലയാണ്, ഞാനിപ്പോൾ കൊല്ലം ജില്ല കൊടുക്കുന്നു. ശേഷം നമുക്ക് യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ കോവിഷെൽഫിൻ്റെ ലോഗിനൊക്കെ ചെയ്യാം. നമ്മുടെ ഫോൺ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്ത നേരത്തെ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ സക്സസ്ഫുൾ ആയെന്ന് കാണിക്കും. അപ്പോഴേക്കും നമുക്ക് 2-3 ഡയലോഗ് ബോക്സും കാണും. അതിൽ ന്യൂ ടെസ്റ്റ് നമ്മൾ കൊടുക്കുക. ന്യൂ ടെസ്റ്റ്, സെൽഫ് ടെസ്റ്റ്, റിലേറ്റീവ് ടെസ്റ്റ്. ഇതിൽ സെൽഫ് ടെസ്റ്റ് കൊടുക്കുക. സെൽഫ് ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പേഷ്യൻ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ലക്ഷണമുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടോ, അത് ഓരോ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എടുത്താണെങ്കിൽ ഏത് വാക്സിൻ ആണെങ്കിൽ ആ വാക്സിൻ എന്നാണ് എടുത്ത എന്നതും ആ വാക്സിൻ എടുത്ത ഡേറ്റ് ഉറപ്പായിട്ടും കൊടുക്കണം. അതിനുശേഷം താഴെ സ്കാൻ
QR കോഡ് ഓർ കാസറ്റ് ID നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത കാസറ്റ് IDയിലെ QR കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ QR കോഡിൻ്റെ രജിസ്ട്രേഷൻ അവിടെ മൈലാബിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ആയിരിക്കും. തുടർന്ന് നമുക്ക് നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് നൽകും. അതിനനുസരിച്ച് നമ്മളത് വാച്ച് ചെയ്യുക, വായിച്ചു നോക്കുക. ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഓരോ കാര്യങ്ങളുണ്ട്, അതുപോലെ ക്രമത്തിൽ ചെയ്യാനുള്ള നിർദ്ദേശമാണ്. പിന്നെ 15 മിനിറ്റാണ് ടൈം നമുക്ക് നൽകുന്നത്. 15 മിനിറ്റ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുക. 15 മിനിറ്റ് പൂർത്തിയാവുന്ന റിസൾട്ട് ആ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ടെസ്റ്റ് നമുക്ക് നടത്താവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോയുടെ അവസാന ഭാഗത്താണ് ഈ ആപ്ലിക്കേഷനെ പറ്റി കാണിച്ചെങ്കിലും നിങ്ങൾ ആദ്യമേ തന്നെ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിനോടൊപ്പം തന്നെ ഇത് ചെയ്യുക. 15 മിനിറ്റ് പൂർത്തിയായി. 15 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് ഇമേജ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് കോവിസെൽഫി എടുക്കുക. ഏതെങ്കിലും ഒരു ബ്ലാക്ക് പ്രതലത്തിൽ വെച്ച് വേണം നമുക്കിത് എടുക്കാൻ. അതിനുശേഷം QR കോഡ് ഒന്നും കൂടെ സ്കാൻ ചെയ്യുക. കാസറ്റിൻ്റെ മുകളിലായി കാണുന്ന QR കോഡ് ഒന്നും കൂടെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ഇമേജും കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് പ്രോസസ്സിങ് നടക്കും. നമ്മൾ വെയിറ്റ് ചെയ്യുക. റിസൾട്ട് ഇതാ എത്തിയിരിക്കുകയാണ്. എൻ്റെ പേരിലുള്ള റിസൾട്ടാണ്. ഇത് നെഗറ്റീവാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യൂ റിപ്പോർട്ട് കൊടുക്കുക. PDF ഫോർമാറ്റിൽ ഓപ്പൺ ആക്കുക. നമുക്ക് എന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവരിലൂടെ എത്തിക്കുക. ഇത്തരത്തിലുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ഓക്കെ, ടാറ്റാ.